ഹലോ ഗൈസ്, എല്ലാവർക്കും വൈറ്റ് ഡെവിൽ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ ഇന്നത്തേത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ആൾക്കാർക്ക് തന്നെയല്ല, ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തേത്. ഓക്കെ, ഇപ്പം എനിക്ക് ഒത്തിരി സൗണ്ട് എടുത്ത് സംസാരിക്കത്തില്ല, നല്ല തലവേദനയും പനിയും തലകറക്കവും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി സൗണ്ട് എടുത്ത് സംസാരിക്കുക, ഒത്തിരി വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല ഈ വീഡിയോ ഞാൻ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈകുന്നു, അതുപോലെ എന്നാലും ഞാൻ ഒന്ന് മാക്സിമം ട്രൈ ചെയ്താണ് ഞാൻ മാക്സിമം എഫോർട്ട് എടുത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ എൻ്റെ ദിവസം മൊത്തം. ഇന്ന് ക്ലാസ്സിനൊക്കെ പോയിട്ട് അവിടെ വീണുപോയി അവസ്ഥയിലായിരുന്നു, തല കറങ്ങിയിട്ട്. എന്നിട്ടും ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെയും ചെയ്തില്ല. ഇന്നലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അത് 95% വന്നിട്ട് പ്രോസസ്സ് ചെയ്ത് നിൽക്കുക. അപ്ലോഡ് ആകുന്നില്ല. പ്രീമിയർ ആകുന്നുണ്ട്, കറക്റ്റ് സമയമെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും വീഡിയോ പബ്ലിഷ് ആകുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇന്ന് നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ. അപ്പം നമുക്ക് സമയമുണ്ട്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നന്നായിട്ട് ഉറങ്ങാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഗൈസ്, നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് വേണ്ട ആദ്യത്തെ ഘടകമാണ് നല്ല വൃത്തിയായിട്ടുള്ളൊരു റൂം. അതായത് കട്ടിലും മെത്തയെല്ലാം നന്നായിട്ട് വിരിച്ച ഒരു റൂമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, അടച്ചു പൂട്ടി ഒരു കാരണവശാലും കിടക്കരുത്. അതായത് നിങ്ങൾ കതകടച്ച് കിടക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ റൂമിലേക്ക് എപ്പോഴും വായു സഞ്ചാരം ഉള്ള റൂമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓക്സിജൻ ആവശ്യമനുസരിച്ച് നമുക്ക് എടുത്തിട്ട് കിടന്നുറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്കൊരു പെട്ടെന്ന് ഉറക്കത്തിലേക്ക് നമ്മളെ ആഴ്ത്തുന്ന ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഓക്സിജൻ. അത് നമുക്ക് വേണ്ടുവോളം വേണം നമ്മുടെ റൂമിൽ. അതിനു വേണ്ടിയിട്ടാണ് ഒരിക്കലും അടച്ചു പൂട്ടി കിടക്കുന്ന റൂമിൽ കിടന്നുറങ്ങരുത്. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഡിജിറ്റൽ സ്ക്രീനുകളെല്ലാം നമ്മുടെ കണ്ണിൽ നിന്ന് അകറ്റിയിരിക്കണം. അതായത് നമ്മൾ മൊബൈല്, TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉള്ള സംഭവങ്ങളെല്ലാം എന്തിനേറെ പറയുന്നു, നമ്മുടെ ചെറിയൊരു വാച്ച് അതായത് സ്മാർട്ട് വാച്ച് പോലും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ കണ്ണിനെ നമ്മൾ ഒത്തിരി ഇതാക്കുന്നൊരു സ്ട്രെസ്സ് കൊടുക്കുന്നൊരു സംഭവമാണ് ഈ സ്മാർട്ട് വാച്ചും ഈ ഡിജിറ്റൽ സ്ക്രീനെല്ലാം. അപ്പം അത് നമ്മൾ മാക്സിമം കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് ഓഫ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അടുത്ത കാര്യമാണ്, നമ്മൾ മ്യൂസിക് ഓർ ഷോർട്ട് സ്പീച്ച്. അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെറിയ സ്പീച്ചുകളോ അല്ലെങ്കിൽ പാട്ടോ കേട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഉറക്കത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് പോകുന്നൊരു സംഭവമാണ് സ്പീച്ച്, അതായത് അല്ലെങ്കിൽ പാട്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനായിട്ട് ഉള്ളത്, നമ്മൾ കിടന്നു കഴിയുമ്പോഴത്തേന് ലൈറ്റും കാര്യങ്ങളെല്ലാം ശരിക്കും ഓഫ് ചെയ്തിട്ട് വേണം കിടക്കാൻ. നമ്മൾ റൂമിലേക്ക് യാതൊരു കാരണവശാലും വെട്ടം കയറാത്ത രീതിയിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് നമ്മൾ ആഴ്ന്നു പോകുന്നൊരു പ്രവണതയും കൂടെ നമ്മുടെ ഇതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി കിടക്കാനും എഴുന്നേൽക്കാനും ഒരു ഷെഡ്യൂൾഡ് ടൈം വെക്കണം. നിങ്ങൾ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ അലാറം വെച്ച് എണീക്കേണ്ടി വരും. 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയത്തിലേക്ക് സെറ്റായി കഴിഞ്ഞു. അതിനാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതിനാൽ എണീക്കുന്നതിൽ വരുന്നില്ല. ഞാൻ തിങ്കളാഴ്ചയും ഞാൻ എണീക്കുന്ന സമയം കേട്ടോ. തിങ്കളാഴ്ച ഞാനൊരു 5:45 ആകുമ്പോൾ എണീക്കും. ചൊവ്വാഴ്ച 7 മണിയാവും. പിന്നെ ബുധനും വ്യാഴവും 5:45, വെള്ളിയാഴ്ച പിന്നെ 7 മണി. ആ ഒരു ഷെഡ്യൂളില്ല. കാര്യം എന്ന് വെച്ചാൽ ദിവസം ആകുമ്പോഴത്തേന് എൻ്റെ ബയോളജിക്കൽ ക്ലോക്കിന് അറിയാം എത്ര മണിക്ക് ഞാൻ എണീക്കേണ്ടതാണ് എന്നറിയാവുന്നതിനാലാണ് ഞാൻ അങ്ങനെ എണീക്കാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ കിടക്കാനുമായിട്ട് നമുക്ക് അതേപോലെ ഒരു ഷെഡ്യൂൾഡ് ടൈം വെക്കണം. നമ്മൾ 8 മണിക്ക് കിടക്കുമെങ്കിൽ സ്ഥിരം 8 മണി, 9 മണിക്ക് കിടക്കുമെങ്കിൽ സ്ഥിരം 9 മണി. ഓക്കെ, അങ്ങനെ നമ്മൾ ലേറ്റ് ആവരുത്. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ ലേറ്റായി കിടക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
Thanks for watching my video. Keep support me. It's me, Ansel Pishaji from White Devil YouTube channel. Today is signing off with bye bye guys. അപ്പം നിങ്ങൾ കുറച്ച് പേരെന്നോട് ചോദിച്ചു മൈക്ക് ഏതാ ഞാൻ യൂസ് ചെയ്യുന്നത്, വാട്സപ്പിലൊക്കെ ചോദിച്ചിരുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇത് റോഡിൻ്റെ മൈക്കായത്. അപ്പം നമുക്കതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. റോഡിൻ്റെ ആയിട്ടൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഗൈസ്, സീ യു.